ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളത്തിന് ശേഷം ഒരു ലോങ് ഡ്രൈവ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ അതിരപ്പള്ളി, മലക്കപ്പാറ ടു വാൾപ്പാറ, അങ്ങനെയാണ് നമ്മുടെ റൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയത്. ഞാൻ നഫ്സൽക്ക് അതേപോലെ തന്നെ ഇപ്പം അമ്മ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ തന്നെ നല്ല രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങി കുതിരാനൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അതിരപ്പള്ളിക്കുള്ള വ്യൂ പോയിന്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മൾ അതിരപ്പള്ളി ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തിയിട്ടാണ്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളീൻ്റെ ഫസ്റ്റ് വ്യൂ പോയിന്റ് നിന്നിട്ട് നമ്മൾ വെള്ളച്ചാട്ടം കാണട്ടാ. ലുല്ല ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് ഇങ്ങനെ ട്രാവൽ ഭയങ്കര ഇഷ്ടമാട്ടാ. എനിക്കും നല്ല ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ വ്യൂ പോയിൻ്റൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അതിരപ്പള്ളി ശരിക്കും അതിൻ്റെ അകത്തോട്ട് എൻട്രൻസിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറേ വഴിയോരൊക്കെ കച്ചവടക്കാരെയൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നല്ലൊരു ക്ലൈമറ്റുള്ള ദിവസമായിരുന്നു. അതായത് മഴയില്ല, അതേപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിരപ്പള്ളീൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ കയറി കേട്ടോ. അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നു, നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. കുറേ ആൾക്കാർ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം ഇതേപോലെ തന്നെ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിപ്പോയി. കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷമാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. താഴേക്ക് ഇറങ്ങുമ്പോൾ ഞാനും നഫ്സൽക്കും ഷെരീഫ് ഫാറൂഖ് മാത്രമേ വന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും വന്നില്ല കേട്ടോ. അവൾ കുരങ്ങിനെയൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറേ അവൾ ആ പാറയിൽ ഇരുത്തിയിട്ട് അവൾ എണീക്കണേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പാറയിലിരിക്കാൻ. കുറേ ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. താഴേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ 1-2 തവണ പോയിട്ടുണ്ട് അതിരപ്പള്ളി. എനിക്കറിയാം നല്ല കുത്തനെയുള്ള ഇറക്കമൊന്ന്. പക്ഷേ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇറങ്ങിയിട്ട് മുകളിൽ കയറണമെന്ന് അതായത് ആ വ്യൂ ഒക്കെ കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും ഇറങ്ങിയിട്ടാണ്. ഞാൻ ആദ്യം പോകില്ല എന്ന് വിചാരിച്ചു, പിന്നെ ഞാനും ഇറങ്ങി. പക്ഷെ എന്തായാലും ഇറങ്ങിയത് വെറുത്തായി. നമ്മൾ പോയി കാണുമ്പോൾ ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. എക്സാക്റ്റ് എനിക്കറിയില്ല. എന്തായാലും നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല വെള്ളമൊക്കെ അതിൻ്റെ ഒരു ആ ഒരു കാറ്റൊക്കെ അടിച്ച് വെള്ളം ഇങ്ങനെ മഴ പോലെ ഇങ്ങനെ ചാറ്റൽ മഴ പോലെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ കിതച്ച് അത് കയറി കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അതിനുശേഷം മലക്കപ്പാറയ്ക്ക് കയറുക. മലക്കപ്പാറൻ്റെ എൻട്രൻസ് ആട്ടോ ഗൈസ്. ഇത് ഫോറസ്റ്റ് റേഞ്ചാണ്. ഏകദേശം അത്യാവശ്യം കുറേ ദൂരം ഓടാനുണ്ട് തോന്നുന്നു. നമ്മൾ വാൾപ്പാറ എത്തണം. ഫുള്ള് ഫോറസ്റ്റ് ആയിരിക്കും, 2 സൈഡും ഫോറസ്റ്റാണ്. നമ്മൾ പോയതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു, വ്യാഴാഴ്ച എങ്ങാനുമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഫോറസ്റ്റ് കൂടെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ ഗ്യാപ്പ് വിട്ടിട്ട് 1-2 വണ്ടികളൊക്കെ കണ്ടത്. അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് കയറിയിട്ടാ ഗൈസ്. ഒരാൾക്ക് 400 എങ്ങാണ്ടോ ആയിരുന്നു അതിൻ്റെ ചാർജ് വന്നിട്ട്. പോണ വഴിക്ക് നമ്മൾ മലയണ്ണാനെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് മലയണ്ണാൻ ഇത്ര ഫോറസ്റ്റിൽ വെച്ചിട്ട് കണ്ടു. നമ്മളിങ്ങനെ സൂവിലൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഫോറസ്റ്റിൽ ആദ്യമായിട്ടാണ് കണ്ടു. പിന്നെന്താ കണ്ടിട്ടുണ്ട്, മ്ലാവ് കണ്ടു, അതേപോലെ തന്നെ കാട്ടുപോത്ത് നമ്മൾ കണ്ടു. അങ്ങനെ ഫോറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാൾപ്പാറ എത്തുന്നതിൻ്റെ എൻട്രൻസിലായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയിട്ടോ വണ്ടി. അവൾക്ക് ഡ്രസ്സൊക്കെ ഡയപ്പറൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് നമ്മൾ ഫുഡ് രാവിലെ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നെയ്ച്ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ ഫസ്റ്റ് ഇഡ്ഡലി അതേപോലെ തന്നെ അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ നമ്മൾ വാൾപ്പാറ കയറുകയാണ് ഗൈസ്. അത്യാവശ്യം നല്ല കോടയുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ നമ്മൾ കയറുന്ന സമയത്തൊന്നും കോടുണ്ടായിരുന്നില്ല, തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര തവണ നെല്ലിയാമ്പതി, വാൾപ്പാറ അങ്ങനെ ഹിൽസൊക്കെ കയറിയാലും പിന്നെയും മടുക്കാതെ വീണ്ടും പോകാൻ തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് സാധാരണ പൊതുവെ ഹിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അങ്ങനെ വളഞ്ഞു തെളിഞ്ഞ് ഇങ്ങനെ പോകണമെങ്കിൽ ഭയങ്കര പേടിയൊക്കെ തന്നെ. പക്ഷേ എനിക്ക് എന്നാലും നല്ല ഇഷ്ടമാണോ ഹിൽസ് പോകാൻ. ആ ഒരു അങ്ങനെ തേയിലത്തോട്ടും അതേപോലെ തന്നെ ആ ഒരു കോടമഞ്ഞൊക്കെ കാണാൻ ഭയങ്കര വൈബാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിരപ്പള്ളി ടു
വാൾപ്പാറ എന്ന് പറഞ്ഞപ്പോൾ നല്ല ഞാൻ ആദ്യമായിട്ടാട്ടോ ഫോറസ്റ്റ് റേഞ്ചിൽ കൂടെ ഇങ്ങനെ മലക്കപ്പാറ റൂട്ട് വാൾപ്പാറ പോകുന്നത്. ഞാൻ 1-2 തവണ സാധാ പൊള്ളാച്ചി ത്രൂ പോയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു വഴി ആദ്യമായിട്ടാണ്. അതിൻ്റേതായ ഭംഗി ഉണ്ടാവുക. ഫോറസ്റ്റിൽ കൂടെ എല്ലാ വ്ളോഗേഴ്സും ഇങ്ങനെ പറയണ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ. ഭയങ്കര രസമുള്ളൊരു വഴിയാണ്. കോടമഞ്ഞ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ശരിക്കും നമ്മളിങ്ങനെ പോകുമ്പോൾ ആ ഒരു എന്താ പറയുക ഫീല് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല തണുത്ത് നിർത്തി നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്താ പറയുക കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോകാൻ പറ്റിയൊരു സ്ഥലം കൂടിയാട്ടോ. അങ്ങനെ ഹിൽസൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ നല്ല എന്താ പറയുക സന്തോഷത്തോടു കൂടി പോയൊരു സ്ഥലം കൂടിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് പ്രാവശ്യം പോയത് ഭയങ്കര ഇഷ്ടമായി ആ ട്രിപ്പ് കേട്ടോ. അങ്ങനെ നമ്മൾ വാൾപ്പാറ ഫുള്ള് ഒരുപാട് സ്ഥലങ്ങളും വ്യൂ പോയിൻ്റൊന്നും കാണാനൊന്നും പോയില്ല. 1-2 വ്യൂ പോയിൻ്റ് തന്നെ കയറിയുള്ളൂ. പക്ഷേ നമ്മൾ ഫസ്റ്റ് പോയ സ്പോട്ട് നമ്മൾ പോകുമ്പോഴത്തേന് അടച്ചിട്ടുണ്ടായിരുന്നു. അതിരപ്പള്ളിയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് വാൾപ്പാറ എത്തിയത്. ഉച്ചയൊക്കെ ആയിട്ടാണ് വാൾപ്പാറ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോട്ട് വാൾപ്പാറയൊന്നും കയറാൻ പറ്റിയില്ല. തേയിലത്തോട്ടം, അതേപോലെ തന്നെ തേയിലത്തോട്ടം, പിന്നെ ടീ ഫാക്ടറി, അങ്ങനെ 1-2 സ്ഥലത്തേ പോയുള്ളൂ. പക്ഷേ ആ ഒരു എന്താ പറയുക മലയോരത്ത് കൂടെ അല്ലെങ്കിൽ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കൂടെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന കേട്ടോ. അതിനുശേഷം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വാൾപ്പാറയിൽ നിന്ന് പാലക്കാട് പോകുക കേട്ടോ. നമ്മൾ വന്നത് അതിരപ്പള്ളി തൃശ്ശൂർ ആ ഭാഗത്താണെങ്കിലും നമ്മൾ പോണത് പൊള്ളാച്ചി വഴി തന്നെയായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മാനിനെ കണ്ടു കേട്ടോ. കലമാൻ അങ്ങനെ എന്തോ ആണോ തോന്നുന്നു, അതിനെ കണ്ടു. ഒരെണ്ണനെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ കുറേ നേരം ഇങ്ങനെ കാണാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് നേരം നിർത്തിയിട്ടൊന്നും പോകാൻ പറ്റില്ല, കാരണം കുറേ ട്രാഫിക്കൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഇപ്രാവശ്യം പോകുമ്പോൾ വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ നേരം നിർത്തിയിട്ടൊക്കെ പതുക്കെ പോയത്. നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ട് പതുക്കെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് അവിടെ ഓരോ സ്ഥലങ്ങളിലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടാണ്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ഇറങ്ങും തോറും കോടമഞ്ഞ് കൂടി വന്നു കേട്ടോ. നല്ല ഇരുട്ടത്ത് പോണ പോലെ ഉണ്ടായിരുന്നു ലാസ്റ്റ് പോകുന്ന സമയത്ത്. വരുമ്പോൾ ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നില്ല പോകുമ്പോൾ. നല്ല കോടമഞ്ഞുകൾക്കിടയിലൂടെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗൈസ്. കണ്ടില്ലേ കുറേ കുഞ്ഞിതായിട്ട് കാണുന്നൊക്കെ വീടായിരുന്നു കേട്ടോ. കുറേ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളവിടുത്തെ. അതേപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ നല്ല കോട ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ കോട വെച്ചിട്ട് എടുക്കാനൊക്കെ പറ്റി. ഞാൻ പറഞ്ഞില്ല അങ്ങനെ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വർക്കിംഗ് ഡേ പോയതുകൊണ്ടാവണം തീരെ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 വണ്ടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ട്രാഫിക്കിൻ്റെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് തണുപ്പുണ്ടാവുന്നതുകൊണ്ട് ഞാൻ ജാക്കറ്റൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. തണുപ്പുണ്ടെങ്കിലും നമുക്കത് എന്താ പറയുക നമുക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചായക്കടയിൽ നിർത്തിയപ്പോൾ നമ്മുടെ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ ഫദ്വാനെ കുറേ നേരം കളിപ്പിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് അവളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവൾക്കും അവരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് ഹിൽസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ രാത്രി ഏകദേശം 10-10:30 ആയിട്ടോ നമ്മൾ പാലക്കാട് എത്താൻ. പാലക്കാട് കടൽ റെസ്റ്റോറൻറ്റിലാണ് പോയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.